നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വമ്പൻ തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വിജയ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ ആദ്യ ഷോ ആദ്യ ദിവസം കാണുന്നവരാരും തന്നെ ചിത്രത്തിലെ സ്പോയിലേഴ്സ് ഷെയർ ചെയ്യരുത് എന്നൊരു ആവശ്യമാണ് പ്രൊഡക്ഷൻ ഹൗസ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വമ്പൻ ആക്ഷൻ പാക്കഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയുടെ വരാനിരിക്കുന്ന വിജയ് ചിത്രത്തിൽ ഒട്ടനേകം സർപ്രൈസുകളുണ്ട്, അതോടൊപ്പം തന്നെ ട്വിസ്റ്റുകളുണ്ട്, സസ്പെൻസ് എല്ലാം തന്നെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. അതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ട്വീറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. വെങ്കട് പ്രഭു ചിത്രത്തിൽ വിജയുടെ കഴിഞ്ഞ സിനിമയിലെ നായിക, അതോടൊപ്പം തന്നെ ഒരു ക്രിക്കറ്റ് താരം, അതുകൂടാതെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ താരം എന്നൊക്കെ പറയാവുന്ന ഒരു നടനെല്ലാം തന്നെ ഗോട്ടിൽ കാമിയോ ഗസ്റ്റ് റോളുകളിൽ എത്തുന്നു എന്ന റൂമേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ്. എന്തായാലും അതിന്റെ എല്ലാം തന്നെ സത്യം നാളെ അറിയാം. അപ്പോൾ സ്പോയിലേഴ്സ് ഒന്നും തന്നെ അറിയാതെ ഗോട്ട് തിയേറ്ററുകളിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇനി നമ്മുടെ മലയാളം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ മാർച്ച് 28-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെത്തിയ സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ്. ആടുജീവിതം തിയേറ്ററുകളിലെ വലിയ വിജയം നേരിടുത്ത സിനിമയാണ്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മാസങ്ങൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തപ്പോൾ OTTയിലും മികച്ച അഭിപ്രായങ്ങൾ നേരിടുത്ത തരംഗമായി സിനിമ ഓടിയതാണ്. ഇപ്പോഴിതാ തരംഗം സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വേളയിൽ പോലും ഇപ്പോഴിതാ പൂർത്തിയായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ വന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ ടോപ്പ് 10 ട്രെൻഡിംഗ് ലിസ്റ്റ് എല്ലാം തന്നെ നോക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ ആടുജീവിതം എന്ന സിനിമ 1-ാം സ്ഥാനത്ത് എത്തപ്പെട്ടിരിക്കുകയാണ്. ആടുജീവിതം ചിത്രീകരിച്ച ലൊക്കേഷനുകളിലൊന്നായ ജോർദാൻ, ഒപ്പം തന്നെ മൊറോക്കോ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ സിനിമ നെറ്റ്ഫ്ലിക്സിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തും മറ്റ് പല രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ സിനിമ നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് 10 ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന പോസിറ്റീവ് വാർത്തകളാണ് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് സൗദി അറേബ്യയെക്കുറിച്ചുള്ള ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ തന്നെ കേട്ടിരിക്കുമല്ലോ. ആടുജീവിതം എന്ന സിനിമ സൗദി അറേബ്യ എന്ന രാജ്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് ആടുജീവിതം എത്രയും വേഗം ബാൻ ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആടുജീവിതം സൗദിയിലെ പല മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ IMDb പോലും നോക്കുകയാണെങ്കിൽ 8-9 റേഞ്ചിലെല്ലാം തന്നെ IMDb റേറ്റിംഗ് വരേണ്ട ആടുജീവിതം എന്ന സിനിമയ്ക്ക് സൗദിക്കാർ റേറ്റിംഗ് കുറച്ച് നൽകുന്നതുകൊണ്ട് 7.1 നിലവിൽ റേറ്റിംഗ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധം കൂടി ഒരു സൈഡിൽ ഒരു രാജ്യത്ത് നിന്ന് ആടുജീവിതം എന്ന സിനിമയ്ക്കെതിരായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുക ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് ഇനി വരാനിരിക്കുന്ന അടുത്ത അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട്.